പിന്നെ മറിയക്കുട്ടി എല്ലാവർക്കും അറിയാം. ചട്ടിയെടുത്ത് കേരളക്കരയാകെ ഞെട്ടിച്ച് പിണറായി വിജയനെ നാറ്റിച്ച് നാണം കെടുത്തിയ ഒരു വയോവൃദ്ധ. അതാണ് മറിയക്കുട്ടി എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ ഓർമ്മ വരുന്നത്. പിണറായിയെ ഇത്രത്തോളം വിമർശിച്ച മറ്റ് ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാൻ കഴിയും. അവർക്ക് കോൺഗ്രസ് പിണറായി വിജയനെ വിമർശിച്ചുകൊണ്ടാണോ എന്നറിയില്ല, കോൺഗ്രസ് ഒരു വീടൊക്കെ വെച്ചു കൊടുത്തു. അതിനുശേഷം കോൺഗ്രസ് അനുഭാവിയായിട്ടൊക്കെ മാറിയെന്നാണ് കേൾക്കുന്നത്. ഇപ്പോ BJP അംഗത്വം സ്വീകരിച്ചു എന്നൊരു വാർത്ത വരുന്നത്. അപ്പൊ മറിയക്കുട്ടിയല്ല, മറിയും കുട്ടിയാണ്. അബ്ദുള്ള കുട്ടി, അത്ഭുത കുട്ടി എന്ന് പറഞ്ഞതുപോലെ അതുപോലെയാണ് മരിയക്കുട്ടി. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ പിണറായി വിജയൻ ഭയങ്കരമായ വെല്ലുവിളി ഉയർത്തിയ ഒരു സ്ത്രീ, 80 വയസ്സായ ഒരു വയോവൃദ്ധയുടെ വായിൽ നിന്ന് ഇതൊക്കെ കേൾക്കാൻ പിണറായി എന്ത് തെറ്റ് ചെയ്തു? സുരേഷ് ഗോപി അങ്ങനെ 2 മാസം ഇത് പെൻഷൻ കയ്യിൽ നിന്ന് കൊടുത്തിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വാർത്തകളിൽ നിറഞ്ഞ മരിയക്കുട്ടിയാണ്. അപ്പൊ മരിയക്കുട്ടിക്ക് ഒത്തിരി മക്കളുണ്ട്, അവരൊക്കെ വിദേശത്താന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ വലിയ കേസൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവര് ചാനൽ ചർച്ചയിലൊക്കെ വിളിച്ചിരുത്തി കുറിക്കൊള്ളുന്ന ഡയലോഗുകൾ മരിയക്കുട്ടിയെ കൊണ്ട് പല ചാനൽ അവതാരകരും ചെയ്യിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഏതായാലും അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രായമായ ഒരു സ്ത്രീയാണ്. അതോടൊപ്പം തന്നെ അവർക്ക് ജീവിക്കണമെന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഒരു വീട് കിട്ടി. ഇപ്പോൾ ഇതാ രാജീവ് ചന്ദ്രശേഖരൻ്റെ വേദിയിൽ വെച്ച് BJP അംഗത്വവും സ്വീകരിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ BJP എന്തെങ്കിലുമൊക്കെ സഹായങ്ങൾ നൽകുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതായാലും ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്കുള്ള ഒരു വേദിയാക്കി മാറ്റാൻ മരിയക്കുട്ടിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. ഈ പെൻഷൻ തന്നെ എല്ലാവരുടെ ഇടയിലും ശ്രദ്ധയാകാനും അതോടൊപ്പം തന്നെ പെൻഷൻ സമയബന്ധിതമായി കൊടുത്തു തീർക്കാനും ഒക്കെ ഒരു വലിയ പങ്ക് വഹിച്ചു. അതുകൊണ്ട് ഈ പെൻഷൻ വാങ്ങുന്നവർ മരിയക്കുട്ടിയെ മറക്കരുത്, അല്ലെങ്കിൽ അവരെ ട്രോളരുത് എന്നാണ് നമുക്കിതിലൂടെ പറയാനുള്ളത്. കാരണം അത്തരത്തിൽ വാർത്തകളിൽ നിറഞ്ഞത് കൊണ്ട് മാത്രമാണ് ഈ പെൻഷൻ ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരുപാടങ്ങ് വൈകുന്നില്ല. 2 മാസമൊക്കെ കഴിയുമ്പോൾ ഒരു 2 മാസത്തെ കുടിശ്ശിക അങ്ങനെയൊക്കെ കൊടുത്തു പോകുന്നുണ്ട്. ഇപ്പം ഈ ഇന്ന് മുതൽ എന്തോ 2 മാസ വിതരണം ആരംഭിച്ചു. പിറന്നാളിന്റെ അതെ അതെ, അതുകൊണ്ടായിരിക്കും മഴയൊക്കെ പെയ്യുന്നത് അല്ലേ, അടിച്ചു കുത്തി പെയ്യുന്നുണ്ട്. മുഖ്യന് ജനങ്ങൾ മാത്രമല്ല പ്രകൃതിയും ആശംസ അറിയിക്കുകയാണ്. പല ജില്ലകളിൽ റെഡ് അലർട്ടൊക്കെ പ്രഖ്യാപിച്ചു, ഓറഞ്ച് അലർട്ട്, യെല്ലോ അലർട്ടൊക്കെ പ്രഖ്യാപിച്ചു. അപ്പൊ പ്രകൃതി ഇങ്ങനെ ഇടിമിന്നലും ശക്തമായ കാറ്റും ഉണ്ട്. അപ്പോ കാറ്റ് വിചാരിച്ചു ഞാൻ ഇങ്ങനെ ആശംസ അറിയിക്കാം. മഴയൊക്കെ ഇനി ഉരുൾപൊട്ടലും ഭൂകമ്പമൊക്കെ ആ രീതിയിൽ ആശംസ അറിയിച്ച കേരളത്തിലെ ജനം എങ്ങനെ താങ്ങുമെന്നുള്ളതാണ്. പ്ലാൻ ബിയിലേക്ക് പോകും. ബക്കറ്റ് വരും അല്ലേ, ബി എന്ന് പറഞ്ഞ ബക്കറ്റ് എന്നല്ലേ, അതിലേക്ക് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവരൊക്കെ സുരക്ഷിതമായിട്ടായിരിക്കും. പിന്നെ ജനങ്ങളുടെ കാര്യം എന്താണെന്ന് അറിയില്ല. അപ്പോ എന്തായാലും ബക്കറ്റ് പിരിവ് കാണുമല്ലോ. ഏത് കാര്യത്തിലായാലും അവർക്ക് ബക്കറ്റ് ഇല്ലെങ്കിൽ അവർക്കൊരു പിന്നെ എന്താ പറയുക, ഇപ്പോഴും അഭിമന്യുവിന്റെ പേരിൽ പിരിവ് നടത്തുന്നു എന്നാണ് പറയുന്നത്. മഹാരാജാസ് കോളേജിൽ ഇപ്പോഴും ബക്കറ്റ് പിരിവ് അഭിമന്യുവിന്റെ പേരിൽ പലരും നടത്തുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പോ നമ്മുടെ വിഷയം അതല്ല, മറിയക്കുട്ടിയാണ്. എനിക്ക് തോന്നുന്നു മറിയക്കുട്ടി യഥാർത്ഥ രാഷ്ട്രീയക്കാരിയായി മാറി അല്ലേ. എവിടെ എന്ത് കിട്ടും അങ്ങോട്ടേക്ക് ചായുക എന്നുള്ളത് ഒരു CPM-നെ എന്താ പറയുക 4 പറയുമ്പോൾ കോൺഗ്രസ് ചേർത്ത് പിടിക്കും. കോൺഗ്രസിന് അധികാരത്തിൽ വരില്ല എന്നവർക്ക് മനസ്സിലായി. കോൺഗ്രസിനെ കൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിന് ഗുണമൊന്നും ഉണ്ടാവില്ല. ഈ അടിപിടി ചില വീടുകളിൽ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ 3 സഹോദരങ്ങളുണ്ടെങ്കിൽ 3 പേരും 3 പാർട്ടിക്കാരായിരിക്കും. ഒരാൾ കോൺഗ്രസ് ആയിരിക്കും, ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും, ഒരാൾ BJP ആയിരിക്കും. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം എന്ന് പറഞ്ഞാൽ ഈ 3 പാർട്ടികളുടെ ആനുകൂല്യങ്ങൾ ഇവർക്ക് കിട്ടും. എന്തെങ്കിലും പ്രശ്നം വന്നാലും ആരെങ്കിലും ഇടപെടും. അതൊരു പ്രധാനപ്പെട്ട സംഭവം. വെള്ളാപ്പള്ളി നടേശനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം. വെള്ളാപ്പള്ളി നടേശന്റെ മകൻ ഇപ്പോൾ NDAയുടെ വിഭാഗമാണ്, BDJS ആണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവര് കേന്ദ്രത്തിൽ നിന്നുള്ള അപകടം തുഷാറിന് കൊണ്ട് കഴിയും. കേരളത്തിൽ പിണറായിയെ പുകഴ്ത്തിക്കൊണ്ട് അത് കഴിയും. പിന്നെ മുഖ്യമന്ത്രിയും പോയിട്ട് മകൻ പ്രധാനമന്ത്രി. എന്നിട്ട് ഈ ചാനലുകാരെല്ലാം പോകുമ്പോൾ രാത്രി ഇവർ രണ്ടും കൂടെ കിടന്ന് ചിരിക്കുമെന്നാ പറയുന്നത്. അവിടെ വീട്ടിൽ കിടന്നിട്ട് നമ്മളെല്ലാവന്മാരെയും പറ്റിച്ചു എന്നും പറഞ്ഞു. അതേപോലുള്ള ഒരു സംഭവമാണ്. പക്ഷേ എനിക്ക് മരിയക്കുട്ടിയോട് അങ്ങനെ വലിയ ഒരു ദേഷ്യമോ ഒന്നും തോന്നുന്നില്ല. കാരണം ഇവിടെ ഇപ്പം കേരളത്തിലെ രാഷ്ട്രീയക്കാരൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയല്ലേ. ഇപ്പോൾ അബ്ദുള്ള കുട്ടി എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആദ്യ SFIയിലൂടെ വന്ന് MP ആയി വന്ന് അതിനുശേഷം പിന്നെ കോൺഗ്രസിലേക്ക് പോയി. അവിടെ നിന്ന് കോൺഗ്രസിൻ്റെ ആനുകൂല്യം എല്ലാം കൈപ്പറ്റി ഇപ്പോൾ BJP വന്ന് എന്തായാലും ഹജ്ജിൻ്റെ ചുമതല കൊടുത്തു. എന്തായാലും പൈസയൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് അനക്കമൊന്നുമില്ല. സന്ദീപ് വാര്യർ സ്നേഹത്തിൻ്റെ കട പൂട്ടുമെന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ നോക്കേണ്ടത്. സ്നേഹത്തിൻ്റെ കട ഇരിക്കുമെന്ന് തോന്നുന്നു. അല്ല, ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ. വെറുപ്പിന്റെ ഫാക്ടറിയിൽ നിന്ന് സ്നേഹത്തിന്റെ കടയിലോട്ട് പോയി. പക്ഷെ ഇവിടെ ഇരുന്നപ്പോ നല്ല പഞ്ചസാര ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. വെറുപ്പിന്റെ ഫാക്ടറിയില് കുറച്ച് പഞ്ചസാര ഉത്പാദനമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഇപ്പോ പിന്നെ സ്നേഹത്തിന്റെ കടയിലേക്ക് കയറിയിട്ട് ഇപ്പൊ പഴയതുപോലെ പഞ്ചസാര ഉത്പാദനം
നടക്കുന്നില്ല എന്ന് തോന്നുന്നു, അറിയില്ല. ഇനി സ്നേഹത്തിന്റെ കട ആയതുകൊണ്ട് അതെ, അതെ. അവിടെ കുറച്ച് പഞ്ചസാര ഉൽപാദനം കൂടുതലായതുകൊണ്ടും. അതുപോലെ തന്നെ തോമസ് മാഷ്, KV തോമസ്, ആ അദ്ദേഹം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഇനി നേടാൻ ഒന്നും ബാക്കിയില്ല, എല്ലാം കിട്ടിക്കഴിഞ്ഞ അവസാന ഘട്ടമായപ്പോഴത്തേക്ക് കോൺഗ്രസ് സീറ്റ് നിഷേധിച്ചെന്നും പറഞ്ഞ് CPM വന്ന്. CPM സാധാരണ ഇങ്ങനെയുള്ളവരെയൊക്കെ എടുത്ത് ആദ്യം തലയെ വെച്ചിട്ട് എടുത്ത് തറയിടുമായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഭയങ്കരമായിട്ട് പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുക. അതുമാത്രമല്ല, ഒരുപാട് പൈസ ഈ ആശാവർക്കർമാർക്കൊന്നും കൊടുത്തില്ലെങ്കിൽ പോലും യാത്രാപ്പടി എന്നും പറഞ്ഞ് കുറെ കൊടുക്കുന്നുണ്ട്. തിരുതാക്കറിയല്ലേ? അതെ, തിരുത കറിയായിട്ട് ഇവിടുന്ന് ഫ്ലൈറ്റിൽ കയറി പോകുന്ന സോണിയാഗാന്ധിക്ക് കൊടുത്തിട്ടാണ് ഇതെല്ലാം വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഇനി ആർക്കാ കൊടുക്കുന്നതെന്ന് അറിയാൻ വയ്യ. ഏതായാലും അല്ല, ഇപ്പൊ ഒരു ഉടക്കുണ്ടാക്കിയിട്ടുണ്ട്. ഈ വിഴിഞ്ഞ ഉദ്ഘാടന സമയത്ത് ഇതുപോലെ പറഞ്ഞു, ഒരു പ്രസ്താവനയായിട്ട് ഇറങ്ങി, ഇത് ഉമ്മൻചാണ്ടി ഒരുപാട് പാടുപെട്ടതാണ്, എനിക്കറിയാവുന്നതാണ്, 10 മിനിറ്റ് അദാനിയായിട്ട് സംസാരിച്ചപ്പോഴാണ് ഇത് ഇവിടെ യാഥാർത്ഥ്യമായെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് പിണറായി ഒന്ന് കണ്ണുരുട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോ എന്താവോന്നറിയാം. പിന്നെ പുള്ളിക്ക് ഇനി ഒരു സ്ഥലമുണ്ട്, BJP എല്ലാം വന്ന് അടിഞ്ഞുകൂടുന്നത് ഇവിടെയാണല്ലോ. അവിടെ ഇവിടെയും തള്ളുമ്പോ വന്ന് അടിഞ്ഞുകൂടുന്നത് ഇവിടെയാണല്ലോ. പക്ഷെ അതാരും വലുതായിട്ട് മൈൻഡ് ചെയ്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോ അത് വലിയ ഇതാക്കി എടുക്കില്ല, സാധനം അത് ഏശിയില്ല. മറിയക്കുട്ടിക്ക് ഇനി വല്ല സീറ്റും കൊടുക്കാൻ സാധ്യതയുണ്ട് BJP. മറിയക്കുട്ടിക്ക് ഇനി ചിലപ്പോ സീറ്റൊക്കെ കിട്ടും. ഇനിയിപ്പോ മറിയക്കുട്ടി ഇവിടുത്തെ സ്ഥാനാർത്ഥിയൊക്കെ ആവാൻ കേന്ദ്രമന്ത്രി ഗൗരിയമ്മയൊക്കെ പോലെ. അതെ, അതും പറയാൻ പറ്റില്ല. BJP ആയതുകൊണ്ട് ചിലപ്പോ അവർക്ക് ഈ വയോവൃദ്ധയും 140 മണ്ഡലം കിടക്കുമല്ലേ. അതെ, എവിടെയെങ്കിലൊക്കെ ആളുകൾ വേണ്ടേ. അപ്പൊ അറിയക്കുട്ടിയൊക്കെ അത്യാവശ്യം കേരളത്തിന് മുഴുവൻ അറിയാം. അവര് ചെന്ന് പിണറായി 4 പറയുമ്പോ തന്നെ ആളുകൾ വോട്ട് കൊടുക്കും. കാരണം ഒരു ജനവിരുദ്ധത പൊതുവിൽ കിടക്കുന്നുണ്ട്. പക്ഷെ മുഖ്യന്റെ ഒരു ഭാഗ്യമാണ്, ഇറങ്ങാറായപ്പോ തന്നെ അടുത്ത കൊറോണയുടെ ഇത് വന്നു. ഇനി അതിന്റെ ആരോഗ്യ വകുപ്പ് ഒക്കെ ശുഷ്കാന്തിയോടെ പ്രവർത്തിച്ച് ഇനിയിപ്പോ വേണമെങ്കിൽ ഒരു വാർത്താ സമ്മേളനം 6 മണിക്ക് നടത്താം. ഇനി ഒരു കിറ്റ് വേണമെങ്കിൽ കൊടുക്കാം അല്ലേ? കിറ്റും വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം അടുത്ത വർഷം ആവുമ്പോ. അന്നില്ല, വാർത്താ സമ്മേളനം നടക്കുന്ന സമയത്ത് ഒരു കുഞ്ഞ് ഇതുപോലെ പോയിട്ട് പറഞ്ഞു 6 മണിക്ക് വാർത്ത വാങ്ങിക്കുന്ന മാമൻ പോകുന്നു. അപ്പം അതുകൊണ്ട് ഇനി ഒരു ആദ്യം മറ്റേ PK ശ്രീമതി KK ശൈലജ ടീച്ചർ ആദ്യം കയറിയിരുന്ന് വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ ആരും മൈൻഡ് ചെയ്തില്ല. പക്ഷെ അത് ഒരു 3-4 ദിവസം കൊണ്ട് തരംഗമായപ്പോഴത്തേക്ക് ഒരൊറ്റ ചവിട്ടാണ് കൊടുത്തത്. എന്നിട്ട് അവിടെ കയറിയിരുന്നല്ലേ ഇത് ചെയ്തോണ്ട്. KK ശൈലജ ടീച്ചർ മുഖ്യമന്ത്രി ആവുമെന്ന് പേടിച്ചാണ് അവരെ മൊത്തത്തിൽ ഒതുക്കി ഇങ്ങനെ ഒതുക്കുമല്ലേ മാറ്റി, പവനായി ശവമായി മാറി. അവസ്ഥയെ കൊണ്ടെത്തിച്ച് എന്തായാലും മരുമോനും ഒക്കെ വളർത്തി മരുമോൻ ഇന്നത്തെ മനോരമ പത്രത്തിലാണോ ഏതോ പത്രത്തിൽ മരുമോൻ കേക്കൊക്കെ വെച്ച് കൊടുക്കണ്. എന്താ പറയുക, ഈസി ആയിട്ടൊരു പൊതുമരാമത്ത് മന്ത്രി പദമൊക്കെ കിട്ടി. എന്താ പറയാ, ഷംസീറിനെ ഒതുക്കി, ഒരു പിന്നെ സ്വരാജിനെ ഒതുക്കി, ഷംസീറിനെ ഒതുക്കി. പിന്നെ ഇവർക്കൊന്നും പുറത്തു പറയാൻ പറ്റാത്തതുകൊണ്ട് ഇവർക്കെല്ലാം കടിച്ചമർത്തുകയാണ്. എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇവരെല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് എഴുന്നേക്കും. അതാണ് പ്രശ്നം. കാരണം എല്ലാവരുടെയും ഉള്ളിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുക. ജയരാജന്മാരൊക്കെ അങ്ങ് തകർന്ന് തരിപ്പണ പൊട്ടിത്തെറിക്കും. ചിലപ്പോൾ ജയരാജന്മാരുടെയൊക്കെ ഈ വെടിയുണ്ടൊക്കെ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. ഇനിയിപ്പോ അത് അത്തരത്തിലേക്കുള്ള ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കും. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാവിധ മറിയക്കുട്ടിക്ക് എല്ലാവിധ ആശംസകളും. BJP പോയി, ഇനി പോകാൻ പാർട്ടികളില്ല, പദവികൾ നേടട്ടെ. അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന് ദീർഘായുസോടെ ഇരിക്കട്ടെ.